വിളക്ക് എരിയട്ടെ. ഞാൻ വിചാരിച്ചു എന്നും ഇരുട്ടായിരിക്കുമെന്ന്. മേഘങ്ങൾ തിങ്ങിഞ്ഞെരുങ്ങിയ ആകാശം കാണുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടും. ഒരിക്കലെങ്കിലും ഒരു ചന്ദ്രൻ ഉദിക്കുമെന്നും ഇരുളെല്ലാം പ്രകാശത്തിന് വഴിമാറുമെന്നും ഞാൻ കരുതിയതേയില്ല. നിന്നെക്കുറിച്ചുള്ള കേട്ടറിവുകൾ നിന്നെ മോഹിക്കാൻ പോകുന്നതായിരുന്നില്ല. എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് കേട്ടിട്ടുള്ളത്? നീ തന്നെ ഓർത്തു നോക്ക്. ഞാൻ ഒരുപാട് പറഞ്ഞില്ലേ? ആ, കേട്ടിട്ട് മതിയാവുന്നില്ല. ഞാൻ അത്രയ്ക്ക് പ്രസിദ്ധയാണോ? നല്ലതായിട്ടോ ചീത്തയായിട്ടോ? ഈശ്വര, അമ്മൂമ്മയ്ക്ക് ഒന്നും വരുത്തരുതേ. നേരത്തോട് നേരം കഴിയില്ലെന്നാ വൈദ്യര് പറഞ്ഞത്. നാണുനാര് വേഗം വരൂ. സുഭദ്രേ, എന്തെങ്കിലും പറഞ്ഞോ? നല്ല തണുപ്പ്. മുമ്പേ നടക്ക്. വേണ്ട, ഒന്നിങ്ങോട്ട് കേറാം. എന്താ പറഞ്ഞത്? അവിടെ ആരുമില്ല. കേട്ടോ? ഞാൻ കേട്ടത് അതല്ല. പിന്നെ എന്താ കേട്ടത്? ഏതൊരാണിനെ അടിയറവ് പറയിക്കാനുള്ള കരുത്ത് നിനക്കുണ്ടത്രേ. മനസ്സിലായില്ല. നിന്റെ ശീൽക്കാരങ്ങളും അയാളുടെ നിലവിളിയും കേട്ട് വന്നവർ പിറന്ന വേഷത്തിൽ ഇരുളിൽ നീ ഓടി മറന്ന് കണ്ടു അത്രേ. ഓ, അങ്ങനെ ഈ കഥയ്ക്ക് ചിറകുകളുണ്ട് അല്ലേ? നിങ്ങളത് വിശ്വസിക്കുന്നു? നമ്മുടെ ആദ്യ രാത്രി നിന്റെ കരച്ചിലല്ലേ അവസാനിച്ചത്? ആരുമില്ലെന്ന് കരുതിയ എനിക്ക് ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് ആദ്യമായി തോന്നിയത് ആ രാത്രിയിലാണ്. എന്റെ ദൈവമേ, ഇത്രയേറെ നിലാവ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഇത്രയേറെ നക്ഷത്രങ്ങൾ എന്നെ നോക്കി ചിരിച്ചിട്ടില്ല. ഈ വെളിച്ചം ഒരിക്കലും കെടാതിരുന്നെങ്കിൽ. എവിടെയോ ചെമ്പകക്കാട് പൂത്ത പോലെ എന്നെ വിയർക്കുന്നു. ഈ നാട്ടിലെ യക്ഷിക്ക് നിന്റെ ഛായയാണെന്ന് പറഞ്ഞു കേട്ടു. കണ്ടവരാരോ ആണ്. ആഹാ, എണ്ണയുടെ നല്ല വാസന. എടീ കൊച്ചേ, ഞാനിന്നങ്ങ് വരും. ഇന്ന് നിന്റെ വീട്ടിലെ കിടപ്പ്. എനിക്ക് പുടവ തരുന്നത് മറ്റന്നാളാണ്. ഏതവനാടി കെട്ടുന്നത്? തമ്പുരാനൊന്നും അല്ലല്ലോ. ആ, നിന്റെ തന്തയോട് മൂത്ത് ചെറുക്കനോടും പറ, വെള്ളായണി മുടിയേറ്റ് കണ്ടിട്ട് നേരം നല്ലോണം പുലർന്നിട്ട് വന്നാ മതി. ഇന്ന് സുന്ദരിമണി. സങ്കടപ്പെടണ്ട, ഒന്നും ഉണ്ടാവില്ല. ആരാത്? കൊള്ളാമല്ലോ. നിൽക്കാൻ, ഞാനും ഉണ്ട് കൂട്ടിനെ. ഏതായി വള്ള അപ്സരസോ? നിൽക്കൂ. കാണുന്നില്ലല്ലോ. പോയി. നീ ഇപ്പൊ എവിടെ നിന്ന് വരുന്നു? കുറച്ചകലെ നിന്ന്. എങ്ങോട്ടേക്ക് പോകുന്നു? കുറച്ചകലേക്ക്. എന്റെ തങ്കം, എന്താ നിന്റെ പേര്? മേനക? അല്ല. രംഭ? അല്ല. തിലോത്തമ?
അല്ല, പിന്നെന്താ അതിന്റെ പേര് പറ. ഇത്തിരി ചുണ്ണാമ്പ് തരുമോ? ഓ തരാമല്ലോ. ചുണ്ണാമ്പ്. ചുണ്ണാമ്പോ? കാഞ്ഞരത്തിൻ പൂവും വേപ്പിന്റെ ഇലയാ, ലേശം കയ്പുണ്ടാവും. സഹിക്കുക, 3 നേരവും കൊടുക്കുക. ഭേദമല്ലെങ്കിൽ മഠത്തിലേക്ക് കൊണ്ടുവരിക തന്നെ വേണ്ടി വരും. തളമിടിയിലും തളക്കലും ഒക്കെ അവിടെ വെച്ചാകാം. താൻ യക്ഷിയെ കണ്ടത് നേരാണോടോ? എത്ര വട്ടം പറയണം? പ്രതിക്രിയ ചെയ്യാനാണ്. ഇളയിടത്തൊരു ബ്രാഹ്മണനുണ്ട്, ഏത് യക്ഷി അയാളെ തറയ്ക്കും പോലും. ഒരു നട്ടപ്പാതിരയ്ക്ക് ഞാനും ഒന്നിനെ കണ്ടു. ആ വഴി പിന്നെ നടന്നിട്ടില്ല. പാല പൂത്ത മണം. എന്തൊരഴകായിരുന്നു അവൾക്ക്. നിലത്തെഴയുന്ന മുടി. അത്രക്കില്ലല്ലോ. ചിലിം ചിലിം കുലുസിന്റെ കിലുക്കം. ഉടുരാജമുഖി, മൃഗരാജ കടി, ഗജരാജ വിരാജിത മന്ദഗതി. അവൾ യക്ഷിയല്ലായിരുന്നുവെങ്കിലോ? പാദം നിലത്ത് തൊട്ടിരുന്നോ? അന്നേരം ആര് വാറ നോക്കുന്നു? അവൾ പിന്നെന്ത് ചെയ്തു? ചുണ്ണാമ്പ് ചോദിച്ചപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പതേ കുരവ, കരിമ്പനയുടെ മുകളില് കൊടുങ്കാറ്റ്. പനയോ? അവിടെ ഏത് പന? വെറും ഒരു മൂവാണ്ടമാവല്ലേ ഉള്ളൂ. നേരാണല്ലോ. പണ്ട് പനമരച്ചോട്ടിലൊരു ശവം കണ്ടു. യക്ഷി രക്തം കുടിച്ച് കൊന്നിട്ട ഒരാൾ. അയാൾ ഞങ്ങളുടെ അകന്ന ബന്ധുവായിരുന്നു. എന്തോ വസ്തുതർക്കം. അത് ചോദിക്കാൻ വന്ന അയാളെ മൂത്തമ്മാവൻ മഴുകൊണ്ട് വെട്ടിയത് കണ്ടവരുണ്ട്. പക്ഷേ അതും യക്ഷിയുടെ പേരിൽ എഴുതി ചേർത്തു. 33, 34, 35, 36, 37, 38, 39, 40, 41. எழுங்க, இங்க வாங்க. ராமநாமன் அங்கிட்ட சொல்லுங்க, அவர் தம்பி என்கிட்ட இன்னைக்கு கண்டிப்பா பார்க்கணும்னு. ராமநாமன் அங்கிட்ட உன் வீட்டுல தான் காணும். இப்ப நேரம் என்னாச்சு? பொழுது சாஞ்சு நாழிகை ஆச்சு. வேற எங்க இருப்பாரு? உன் வீட்டுல தான் காணும். என்ன புரியலையா? என்ன இவன் ஒண்ணுமே புரியாத மாதிரி பாக்குறான்.